എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവാതിര നക്ഷത്രം, മിഥുനക്കൂറ്, മനുഷ്യഗണം, സ്ത്രീ നക്ഷത്രം. ഭാഗ്യസംഖ്യ 4. അനുകൂലമായ നിറങ്ങൾ കറുപ്പ്, കടുന്നീല. പ്രതികൂലമായ നിറങ്ങൾ വെളുപ്പ്, മഞ്ഞ എന്നിവയാണ്. തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യമായ രത്നം ഗോമോദകമാണ്. ഇപ്പോഴത്തെ ദശ അനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക. പ്രിയരെ, ഈ അധ്യായത്തിൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ, തിരുവാതിര നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതെല്ലാം, തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് അനുകൂലമായ നക്ഷത്രങ്ങൾ ഏതൊക്കെ, അതുപോലെ പ്രതികൂലമായ നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തിരുവാതിര നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം. തിരുവാതിര നക്ഷത്രക്കാരികൾ ബുദ്ധിമതികളും സൽസ്വഭാവികളും ശാന്തശീലരും ആയിരിക്കും. സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടിയും സന്താനങ്ങൾക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും എന്ത് ത്യാഗവും സഹിക്കും. എന്ത് ചെയ്യാനും മടിക്കുകയുമില്ല. എല്ലാവരോടും ഒരുപോലെയുള്ള പെരുമാറ്റമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരികൾക്ക്. അന്യരുടെ കുറ്റവും കുറവുകളും കണ്ടുപിടിക്കാൻ തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് പെട്ടെന്ന് സാധിക്കും. എന്നിരുന്നാലും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. എല്ലാവരോടും ഇഴകിച്ചേർന്നുള്ള തിരുവാതിര നക്ഷത്രക്കാരികളുടെ പെരുമാറ്റം കൊണ്ടിവർക്ക് ഭർത്താവിൻ്റെ സംശയത്തിന് പാത്രമാകാറുണ്ട്. തിരുവാതിര നക്ഷത്രക്കാരികൾ ഏറ്റെടുത്ത കാര്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടായാലും വിജയിപ്പിച്ചെടുക്കും. തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് ഉപദേശം കേൾക്കാൻ ഇഷ്ടമാകില്ല. ഉപദേശിക്കാൻ വരുന്നവരുമായി ഇവർ അകലം പാലിക്കാനായിരിക്കും ശ്രമിക്കുക. ഭർത്താവിനെ സ്നേഹിക്കുമെങ്കിലും ഇവർ ചില കുറവുകൾ വരുത്തുന്നത് കാണാം. തിരുവാതിര നക്ഷത്രക്കാരികൾ ദൈവഭയമുള്ളവരായിരിക്കും. ഏത് ആൾക്കൂട്ടത്തിനിടയിലും ഇവർക്ക് ശോഭിക്കാനാകും. തിരുവാതിര നക്ഷത്രക്കാരികൾ നല്ല കൗശലക്കാരികളായിരിക്കും. എങ്കിലും ഈ കൗശല ബുദ്ധി ഇവർ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ പ്രയോഗിക്കാറില്ല. അവരുടെ കാര്യങ്ങൾ നേടുവാനായി തങ്ങളുടെ ഈ കൗശല ബുദ്ധി ഉപയോഗിക്കാറുണ്ട്. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും തിരുവാതിരക്കാരികളെ അലട്ടാറുണ്ട്. അതിനെ സംബന്ധിച്ച് ഇവർക്ക് മാനസികമായ പ്രശ്നങ്ങളും എപ്പോഴും ഉണ്ടാകും. നല്ല വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരികൾ. കൂടാതെ അതിലൂടെ വേഗം നല്ല ജോലിയും ഇവർ കരസ്ഥമാക്കുകയും ചെയ്യും. ഇഷ്ടജനങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സ് ഇവർക്ക് ഉണ്ടാകും. എങ്കിലും തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് ഭർത്താവ്, മക്കൾ മുതലായവരിൽ നിന്ന് തിക്താനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുന്ന തിരുവാതിര നക്ഷത്രക്കാരികളെ സഹായിക്കാൻ മറ്റുള്ളവരും തയ്യാറാകും. നല്ല സൗന്ദര്യവാദികളായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരികൾ. എങ്കിലും ധാരാളം സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായി കാണാം. ധൂർത്ത സ്വഭാവം ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് പരദൂഷണത്തിലും വലിയ താല്പര്യമായിരിക്കും. ഒരു സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ ഭാഗ്യമില്ലാത്തവരായി മിക്ക തിരുവാതിര നക്ഷത്രക്കാരികളെയും കാണാം. ഇതിൻ്റെ പ്രധാന കാര്യം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെയാകും. പൊതുവെ അഹങ്കാരികളും നന്ദിയില്ലാത്തവരുമായി കാണപ്പെടുന്നുവെങ്കിലും തിരുവാതിര നക്ഷത്രക്കാരികൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും നൽകാൻ തയ്യാറാകുന്നു. ദുർവാശി, ദുരഭിമാനം എന്നിവ മുറുകെ പിടിക്കുന്നവരാണെങ്കിലും തിരുവാതിര നക്ഷത്രക്കാരികൾ വിജ്ഞാനം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഏറെ മുന്നിലായിരിക്കും. ഇതൊക്കെയാണ് തിരുവാതിര നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി തിരുവാതിര നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം. പുസ്തകം, കൊറിയർ, തപാൽ വകുപ്പ്, എഴുത്ത്, പബ്ലിഷിംഗ്, ടൂറിസം, ഗവേഷണം, ഗതാഗതം, മരുന്നുകൾ, ഫിസിക്സ്, ഗണിതം, ജ്യോതിഷം, വിരലടയാള വിദഗ്ധൻ, പോലീസ്, പട്ടാളം, മാജിക് എന്നീ മേഖലകളിൽ തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് ശോഭിക്കാനാകും. ഇനി തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് അനുയോജ്യരായ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. മകയിരം, പുണർദം, ആയില്യം, പൂരം,
അത്തം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരാടം, പൂരുരുട്ടാതി ആദ്യ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ അനുയോജ്യ നക്ഷത്രങ്ങളാണ്. അടുത്തതായി അതുപോലെ തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് കൂടി പറയാം. പൂയം, മകം, ഉത്രം, മകരരാശിയിലെ ഉത്രാടം, തിരുവോണം, മകരരാശിയിലെ അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് ചേരുന്നതല്ല. അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ പാടില്ല. അതുപോലെ ഈ നക്ഷത്രക്കാരുമായി സുഹൃത്ത് ബന്ധം, കൂട്ടുവ്യാപാരം, വിവാഹം ഇതൊന്നും പാടില്ല. പിന്നെ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം. മറ്റ് ചില പ്രധാന കാര്യങ്ങൾ കൂടി പറയാം. തിരുവാതിര നക്ഷത്രക്കാരികളുടെ ആദ്യ ദശ രാഹുവാണ്. തിരുവാതിര നക്ഷത്രക്കാരികൾക്ക് പൊതുവെ സൂര്യൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ദശാപഹാരകാലങ്ങൾ നല്ലതായിരിക്കില്ല. തക്കതായ പരിഹാരങ്ങൾ ചെയ്യുക. തിരുവാതിര നക്ഷത്രക്കാരികളുടെ ദേവൻ ശ്രീ രുദ്രനാണ്. ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓം രുദ്രായ നമഃ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിലും എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.